നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ വെജ് സ്റ്റൂ അല്ലെങ്കിൽ ബീഫ് വെച്ചുള്ള സ്റ്റൂ ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. കുറുമാസ് ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയും അതല്ല നമുക്ക് രാത്രി ഒരു ചപ്പാത്തിയുടെ കൂടെയും ഉപയോഗിക്കാവുന്ന ചീര വെച്ചൊരു സ്റ്റൂ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പം ചീര എടുത്ത് വെച്ചിട്ട് ഒരു 3-4 തണ്ട് ചീര. ഇപ്പോൾ ചീരയുടെ സീസണൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നല്ലതായിട്ട് നല്ല ഇളം തണ്ടുകൾ, അപ്പോൾ ഇളമായിട്ടുള്ള വലിയ കട്ടിയല്ല മുറ്റിയ ഇതല്ല, നമ്മൾ അതിൻ്റെ ഇളം തണ്ടുകൾ അത് എടുത്തിട്ട് ഓരോ ഇലയായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഒരു 3-4 തണ്ട്. അതിന് വേണ്ടത് പിന്നെ സവാള ഒരു 2-3 മീഡിയം സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് 2-3 ഇത്രയൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്താൽ മതി. കറിവേപ്പില, പിന്നെ അതിന് വേണ്ട മസാല എന്ന് പറയുന്നത് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി. നമ്മൾ എരിക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളകുള്ളത് കൊണ്ട്. എരി കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ആ എരി ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കേണ്ട, സ്റ്റൂവിന് എരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അരി അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് മാത്രമായിട്ട് ഇട്ടാലും മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ പാനൊന്ന് ചൂടാക്കി നമുക്കിത് ഒന്ന് വഴറ്റാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴലാൻ ആവശ്യമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി ഉണ്ട്. എണ്ണ ഒരുപാട് കൂടി നിൽക്കേണ്ട. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴലണം, പിന്നെ നമുക്ക് സവാള വഴലണം. ഇതിനാവശ്യമായിട്ടുള്ളത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ. കടുകൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിലും താളിച്ച് നമുക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിലും താളിക്കാം. ചുവന്നുള്ളി ഒന്നും താളിക്കേണ്ട കാര്യമില്ല, കടുക് മാത്രം പൊട്ടിച്ചാൽ മതിയാവും. അപ്പം നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഈ കടുക് ഇട്ട് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റി നമുക്ക് ചെയ്യാം. ചീരയുടെ സീസണൊക്കെ ഉള്ള സമയത്ത് ഇത് ശരിക്കും നമ്മൾ ചീര സാധാരണയായി കാണുന്നത് തോരനായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ചീര വഴട്ടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് ഒരു സ്റ്റൂ പോലാകുമ്പോൾ ഇച്ചിരി ഡിഫറൻസ് ആണ്. ഇപ്പം നമുക്ക് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടുക്കാം. അതിനാവശ്യമായിട്ട് നമുക്ക് അല്പം വെളുത്തുള്ളി, ഇഞ്ചി ഒരുപാട് കലിച്ച് നിൽക്കരുത്, അതുകൊണ്ട് ഇഞ്ചി കുറച്ചിട്ടാൽ മതിയാവും. വെളുത്തുള്ളി തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയിലേക്ക് ഇതിനാവശ്യമായിട്ട് മാത്രം. അതിലൊരു കണക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം. ഞാനിപ്പോൾ ഒരു 1-1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അല്പം ഇഞ്ചി, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം ഇതിലേക്ക്. ഇനി നമുക്ക് അതൊന്ന് വഴണ്ടപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവാള എനിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ സവാള എടുത്തേക്കുന്നത്. ആക്ച്വലി ഒരു 2 ആവശ്യത്തിന് മാത്രം എടുത്തേച്ചാൽ മതി. എൻ്റെ ഒരു ആവശ്യം നമുക്ക് ഏകദേശം ഒരു കണക്കറിയാം. ഏകദേശം ഞാനൊരു 2-3 എടുത്തിട്ടുണ്ട്. ഇത് വഴണ്ട് വരുമ്പോൾ ഒന്നും കാണത്തില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ആ ചീരയ്ക്ക് ആവശ്യമായിട്ട് ഒരു 2 അല്ലെ 3 മീഡിയം സവാള. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഇത് വട്ടത്തിൽ അരിയരുത്, കാരണം നീളത്തിൽ തന്നെ വേണം. കാരണം ചീരയുടെ ഇല നീളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളകും നമ്മുടെ ഈ അരിച്ചിലിനും ഉണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ കൂടെ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടിക്കോളും. അപ്പോൾ തന്നെ നമുക്ക് അല്പം കറിവേപ്പിലയൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇതിന് യൂസ് ചെയ്യണം. എന്നാൽ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടും. കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് അതിന് കിട്ടും. ഇതങ്ങ് ഒരുപാട് വഴണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഒരു മീഡിയം ഇത് വരില്ല, ഒരു ഡീപ്പ് ബ്രൗൺ കളറിലേക്ക് പോകണ്ട.
അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യമേ നന്നായിട്ട് വഴലണേ. അത് വഴലിനു ശേഷമേ സവാള ഇടാവൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവും. അതിൻ്റെ ടേസ്റ്റ് അത് ഒരു വല്ലാത്ത ടേസ്റ്റ് വരും. ഇഞ്ചിക്കൊക്കെ ഒരു പച്ചമണം മാറണം. ആക്ച്വലി ഇതൊരു നല്ല ഒരു കറിയാണ് ശരിക്കും. ഇത് നമ്മളിവിടെ ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ശരിക്കും നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ വേറെ ഒന്നും ആവശ്യമില്ല. തൈരൂടെ കൂട്ടി ഇത് തിന്നാൻ ഭയങ്കര നല്ലതാണ്. തൈര് എല്ലാം, തൈരും ഇത് മാത്രം, വേറെ ഒരു കറിയുടെ ആവശ്യം. ഇവൻ ഒരു തോരൻ. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഞാനൊരു ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു ടീസ്പൂൺ എന്നുള്ള കണക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് പച്ചമുളക് ഉള്ളത് കൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് തീ കുറച്ചിട്ടിട്ട് നമുക്ക് അല്പം മസാലപ്പൊടിയൊക്കെ അതിന് ടേസ്റ്റ് കൊടുക്കും. മസാലപ്പൊടി സാധാരണ എല്ലാവരും വീട്ടിലെടുക്കുന്ന രീതി എനിക്കറിയത്തില്ല. നമ്മളിവിടെ എല്ലാം ഫ്രഷായിട്ടെല്ലാം പൊടിച്ചെടുക്കുകയാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം എല്ലാം ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അപ്പം മസാലയുടെ ഒരു ടേസ്റ്റ് ഉള്ളത് വളരെ നല്ലതാണ്. ഒരു ഇച്ചിരി ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മളിനി ചീരയുടെ ഇലയുടെ ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട്. നമ്മളതുകൊണ്ട് ഒരല്പം എണ്ണയും കൂടെ കൊടുത്ത് അപ്പം നമ്മുടെ ഈ പൊടികളെല്ലാം നല്ലതായിട്ട് വേണം. ഒരുപാട് അങ്ങ് ഇതായി പോകരുത്. അതിന് ഇനി നമ്മൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീര ഇതിലേക്ക് ചേർക്കുക. അതിൻ്റെ തണ്ടും എല്ലാം മുഴുവനായിട്ട് നമ്മളിതിലേക്ക് അങ്ങ് ചേർക്കാം. ഇത് തന്നെ അങ്ങ് അവിഞ്ഞോളും. പിന്നെ ചീരയ്ക്ക് സ്വയമായിട്ട് ഇച്ചിരി വെള്ളമുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കഴുകുന്ന സമയത്ത് ശരിക്കും നല്ല ഇച്ചിരി വെള്ളമായ എങ്ങനെ നമ്മൾ കഴുകിയെടുത്താലും ഇച്ചിരി ചീരയുടേതായിട്ടുള്ള ഒരു വെള്ളം ഉണ്ടാവും. അപ്പം നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് നോക്കാം. ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇടയ്ക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടത്. ഇപ്പം ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇളം ചീര, ഇതിൻ്റെ ഇളം തണ്ടുകൾ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവൂ. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയായിട്ടുള്ള തണ്ടാണെങ്കിൽ, തീരെ നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ 2 3 ആയിട്ട് നമുക്ക് ഇടയ്ക്കൂടെ ഒന്ന് മുറിച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഇത് വെന്തോളൂ. ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ വേണമെന്ന് നോക്കാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ഇതൊന്ന് വേവാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ശരി ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഒരു ചെറിയ തീയിലിട്ട, വലിയ തീയിലൊന്നുകൊണ്ട് ചെറിയ തീയിലിട്ട് വേവിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റി വരുന്നുണ്ട്. തീ കുറയ്ക്കുക. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണേ. അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിക്കോണം. നല്ല ചീരയുടെയൊക്കെ നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെ എല്ലാത്തിൻ്റെയും ചീരയെല്ലാം കൂടെ മിക്സായിട്ട്. ഇനി ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മൾ ആക്ച്വലി ഇത് 2ാം പാലിൽ എടുത്താലും നല്ലത്. അതായത് ഈ ചീര വേവിക്കുന്നത്
രണ്ടാം പാലിലെടുത്താലും നന്നായിരിക്കും. രണ്ടാം പാലിലിട്ടാൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനിയും തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളൊക്കെ യൂഷ്വലി എളുപ്പത്തിന് ചെയ്യുന്നത് അല്പം പാൽപ്പൊടി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പശുവും പാൽ. പക്ഷേ പശുവും പാൽ ചെയ്താലും പാൽപ്പൊടി ചെയ്താലും ഈ ടേസ്റ്റ് കിട്ടത്തില്ല. തേങ്ങാപ്പാലിനായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതൊന്ന് സ്വല്പം നമുക്കൊന്ന് കുറുകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അല്പം കോൺഫ്ലവർ അതിനകത്തിട്ടാൽ അതൊന്ന് കുറുകി വരും. പക്ഷേ കോൺഫ്ലവർ കൂടി പോയാൽ അതിൻ്റെ ടെക്സ്ചർ മാറും, ആ തേങ്ങാപ്പാലിൻ്റേതായിട്ടുള്ള. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പോകണേ. തീ കുറച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ. ആ വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അറിയാലോ, നമ്മൾ ഒരുപാട് തീ കൊടുക്കരുത്. ചെറുതായിട്ട് ഒന്ന് ചെറിയ തീ കൊടുക്കാവൂ. ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ചോറിനകത്തോടൊക്കെ ഈ കറി ഇടുന്ന സമയത്ത് ഇത് ശരിക്കും ചോറൊക്കെ അങ്ങ് ചുമന്ന കളർ, ഒരു ചെറിയ ചുവപ്പ് കളറ് വരും. അപ്പോൾ അതിന് ഭയങ്കര രസമാണ്, പിള്ളേർക്കൊക്കെ തന്നെ കഴിക്കാനാണ് ഭയങ്കര രസമാണ്. ഇനി നമുക്കിതിലെ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി കറക്റ്റ് ചെയ്തിട്ട്, കാരണം തേങ്ങാപ്പാൽ ചേർത്തോണ്ട് മുമ്പേ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഇച്ചിരി ഉപ്പ് കൂടെ നമുക്കിടാം. ഒരുപാട് വേണ്ട, കാരണം തേങ്ങാപ്പാൽ ചേർത്തോണ്ട്. നമുക്കിപ്പം ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായ തക്കാളി നമുക്കൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ഒന്ന് വഴട്ടി ചേർക്കാം. നമ്മൾ സാധാരണ എങ്ങനെ വേണേലും ചെയ്യാം, ചിലർക്ക് ഇത് ചെയ്യാൻ. നമ്മളിപ്പോൾ തക്കാളി നല്ലതായിട്ടൊന്ന് വരണ്ട് വരാനായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മളിത് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇടാനായിട്ടാണ് തക്കാളി. സാധാരണ ചിലർ തക്കാളിയും സവാളയും ഇഞ്ചിയെല്ലാം വഴറ്റുന്ന സമയത്ത് ചേർക്കും. ഇത് രുചി വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. ചിലരാണെങ്കിൽ നമ്മൾ ഇത് അതായത് എല്ലാം വഴറ്റിയതിന് ശേഷം ഈ ചീര വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണേൽ തക്കാളി മാത്രം വഴറ്റാതെ ഇട്ടാലും നല്ലതാണ്. നമ്മളിപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് തക്കാളി ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ തക്കാളി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇതുപോലെ തന്നെ സവാള അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ ഒരല്പം നമുക്ക് ഇതിലേക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊരു ഇച്ചിരി, എന്നാലേ ആ തക്കാളിക്ക് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതേ. എന്നാൽ ആ തക്കാളിയുടെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ആ തക്കാളിയുടെ ഒരു ഇതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുന്നത് നന്നായിരിക്കും. ഒരല്പം മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുമ്മാ ആ തക്കാളിക്ക് ആ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം. ഇപ്പോൾ അത് തക്കാളി നല്ലതായിട്ട് ഇതിനകത്ത് അലിഞ്ഞ് ഇതിലേക്ക് നമുക്കൊരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ചെറിയൊരു പേസ്റ്റ് പോലെ അല്ല. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ നമ്മൾ വഴട്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർന്ന് ഈ കറി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യുന്നത് നമ്മുടെ തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അത് ഇതിലേക്ക് തീ കുറച്ചിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. തക്കാളി ഒരു 2 മീഡിയം തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തീ ഓഫ് ചെയ്യാം. അപ്പോൾ ആ തക്കാളിയും കൂടെ അതിനകത്ത് ചേർന്ന് കഴിഞ്ഞു. അപ്പം നമ്മളെ കുറുകിയ ചീര സ്റ്റൂടെ റെഡിയായി. തക്കാളി നന്നായിട്ട് ഇതുമായിട്ട് എല്ലാമായിട്ടൊന്ന് യോജിപ്പിക്കുക. നല്ല കട്ടി തേങ്ങാപ്പാൽ നമ്മളിത് എടുത്തിരിക്കുന്നത്, തനിപ്പാലി വേണേൽ ചേർക്കാം. ഇനിയും നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. അതെ, നമുക്ക് ടേബിളിലൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം കറിവേപ്പിലയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മളുടെ രുചികരമായ ചീര സ്റ്റൂടെ റെഡിയായി കഴിഞ്ഞു. സാധാരണ നമ്മൾ തോരനായിട്ടും വരട്ടിയൊക്കെ നമ്മൾ ചീര മെഴുക്ക് വരട്ടിയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 ദിനം ചോറിൻ്റെ കൂടെയും അതല്ല നമുക്ക് ചപ്പാത്തി, അപ്പം, ഏതിൻ്റെ കൂടെ പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ്. അപ്പോൾ ശരിക്കും ചീരയുടെ ഗുണഗണങ്ങൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം ചീര എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഓക്കെ, പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി നമ്മൾ നട്ട് വളർത്തുന്ന ചീരയാകുമ്പോൾ ഒന്നുകൂടെ ഇതായിരിക്കും. പിന്നെ നമ്മൾ അഥവാ വാങ്ങിക്കുന്ന ചീരയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം നല്ലതായിട്ട് ഈ പുഴു ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് നന്നായിട്ട് അത് ശരിക്കും ഇച്ചിരി ഉപ്പുവെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി സോഡാപ്പൊടിയൊക്കെ ഇട്ടുള്ള വെള്ളത്തിലൊന്ന് കഴുകി അതിനകത്ത് ഇലകൾ എല്ലാം നല്ല വൃത്തിയാക്കി, കാരണം പുഴുക്കൾ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം ചീര എടുക്കാനും അതിൻ്റെ ഇതൊക്കെ എടുക്കാൻ. ഇളം തണ്ട് വേണം എടുക്കാൻ. ഞാൻ പിന്നെ പറഞ്ഞതുപോലെ ഞാൻ തക്കാളി ഇട്ട് ഗാർണിഷ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ, ഒരു വെറൈറ്റി ആയിട്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ തക്കാളി ഇട്ട് വഴറ്റി എടുക്കുന്നവരുണ്ട്, അത് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി വഴറ്റാതെ തന്നെ നമ്മൾ ആ ചീര വേവിക്കാനായിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച സമയത്ത് തക്കാളി വഴറ്റാതെ നമുക്കതിലിട്ട് ഈ കറി ഉണ്ടാക്കാം. എന്നിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇത് ഗാർണിഷിങ്ങിന് മാത്രം തക്കാളി ഒന്ന് വഴറ്റി ചേർത്തെന്നുള്ളതേ ഉള്ളൂ. അല്പം മസാലയൊക്കെ ഇട്ട് അതിന് വേറൊരു ഇത് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർക്ക് വഴറ്റി ചേർക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. എരി കൂടുതൽ വേണ്ടാത്തവർക്ക് എരിയായിട്ട് എടുക്കാം. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാടൻ വിഭവം വെച്ച് ശരിക്കും വേറെ അധികം കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ വലിയ എരിയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വിഭവമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.